ഫാദി എന്തോ നല്ല കളർ കോമ്പിനേഷൻ താങ്ക് യു അല്ലേ? ഈ ഡ്രസ് ഗിഫ്റ്റ് ആണ് കേട്ടോ. ആണോ? അതും അതും ഇവർക്ക് മാത്രം ഇങ്ങനെ ഇഷ്ടം പോലെ ഗിഫ്റ്റ്. ഇവിടെ ഞാനുണ്ട്, അൻവർക്കുണ്ട്, ഷബ്നം. നമ്മളെ നോക്കാൻ ആരുമില്ല ഗൈസ്, നമ്മൾ തന്നെ. ഇത് ശരി, ഉമ്മാന്റെ ഫ്രണ്ട് ഉണ്ട് അജിതേച്ചി എന്ന് പറഞ്ഞിട്ട്, അജിതേച്ചി. അവർ എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് തന്നോ. ആണല്ലേ? അജിതേച്ചി, ഇതൊന്നും ശരിയല്ല. കാരണം ഞങ്ങളെ പോലെ ഇത്രയും പേര് ഇവിടെ ഉണ്ടാവുമ്പോൾ ഒരാളെ മാത്രം നിങ്ങൾ പരിഗണിക്കുന്നത് വളരെ മോശമാണ്. അപ്പൊ അടുത്ത പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം കൊണ്ടുവരണോ അതിന് കാണുക അല്ലേ? ഓക്കെ ഫാദി, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഈ റൗണ്ടിൽ പാടുന്നത്. അതെ അതെ ഫാദിക്ക് ഇഷ്ടമുള്ള പാട്ട് അതെ. ഏതാണത്? ഞാൻ മാളിയക്കല തബൂക്കൻസ എന്ന് പറഞ്ഞവർ രചിച്ച ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണ് മക്ക ബക്കൂർ മിക്ക. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് കമറുക്ക തന്നെയാണ്. കമറുക്കയാണ്, ദ ഗ്രേറ്റ് കമറുബായ്. അപ്പൊ കമറുക്ക തുടങ്ങല്ലേ? പൊളിക്കാം. പ്രാക്ടീസ് ഒക്കെ ഉഗ്രനായിരുന്നു. ഇനൊട്ട് സമയം കളയണ്ട, നമ്മൾ നേരെ പാട്ട് ആരംഭിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫാദി, നന്നായിട്ട് പാട്. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു. ിക്കും
ഫാദി, എന്തോ ഞാൻ എൻ്റെ കരിയറിൽ നമ്മളിപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് റിയാലിറ്റി ഷോസും മറ്റ് പ്രോഗ്രാംസും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എന്നാലും അതിലൊന്നാണ് എന്ന് പറയുന്നത് സൗണ്ട് എഞ്ചിനീയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് മ്യൂസിഷ്യൻസും ഓർക്കസ്ട്ര എന്ന് പറയും. അപ്പം ഞാൻ വളരെയധികം റെസ്പെക്റ്റോടു കൂടി ബട്ടർമാലിലെ ഈ ഫാമിലിയിലുള്ള ഓർക്കസ്ട്രയിലുള്ള എല്ലാവർക്കും ഒരു ഗംഭീര കൈയടി നമുക്ക് കൊടുക്കാം. ഈ പാട്ടിന് ശരിക്കും എല്ലാവരും റിതം സെക്ഷൻ ആണെങ്കിലും അതിങ്ങനെ ലയിച്ച് ചേർന്ന് നമ്മളങ്ങനെ ഞങ്ങളും അതിൻ്റെ ഒരു കൂട്ടത്തിൽ ഭാഗമായി. സോ അൻവർക്ക, നമ്മളിങ്ങനെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്, കൈയടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് മിണ്ടാൻ പറ്റില്ല. ഇവള് ഇപ്പം എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്നെ സൂചിപ്പിക്കാൻ തുടങ്ങും. അതാണ് ഫാദിയുടെ ഒരു പ്രശ്നം. അതാണ് ഞാൻ സത്യം മാത്രമേ പറയൂ. ആണ് രണ്ടാളും ഒരുപോലെ അവസാനം തീരുമാനത്തിലെത്തി. അവസാനം ഡിപ്ലോമാറ്റിക്കായി. നല്ലത്, അങ്ങനെ തന്നെ വേണം. മക്കളെ, പാട്ട് തകർത്തു. ഓക്കേ. അല്ല, ഞാനെങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ഈ വരികളൊക്കെ കൃത്യമായിട്ട് പഠിക്കലേ. ചില ഇപ്പോൾ സംസ്കൃതം വരെ നമ്മൾ പാടി കഴിഞ്ഞു, എങ്കിലും ഈ മലയാള ഭാഷയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ വരികൾ വരുന്ന സമയത്ത് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് പാടൽ ഒരു 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 ടാസ്ക് അല്ലേ. അത് കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് മക്കൾ പാടി. മക്കൾ, എനിക്ക് ഒരു സ്ഥലത്ത് പിന്നെ അനുപല്ലവി തുടങ്ങിയിട്ട് റിപ്പീറ്റ് വരുന്ന സ്ഥലത്ത് ഇങ്ങനെ പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ. തക്കൂർ മിക്കൂർ ചൊക്കര മിസബ് തക്കമെ ഹക്ക് ശ്രവിത്തിടലായി തക്കിടലായി ഒലി പക്കമിലായി മനം ഷൗക്കാൽ ഫുർഖാൻ പൂക്കിടലായി തക്കൂർ മിക്കൂർ ചൊക്കര മിസബ് തക്കമെ ഹക്ക് ശ്രവിത്തിടലായി. രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? രണ്ട് സ്ഥലത്തും മക്കൾ വളരെ ഭംഗിയായിട്ട് പാടി. അപ്പോൾ മൊത്തത്തിൽ പാട്ട് നല്ല കളറായി, നിന്റെ ഡ്രസ് പോലെ തന്നെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഷബ്നം, ഫാദി, എന്തോ ഇത് ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഫാബി? ഒരു പെർഫോമൻസിൽ ഇപ്പോൾ മോളിവിടെ ഒരു എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ലിറിക്സ് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്, വളരെ ഒരു ചേഞ്ചസ് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ആ പാട്ടിൽ ലയിച്ചിട്ടാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ കാണിക്കാനോ അല്ലെങ്കിൽ മാർക്കിന് വേണ്ടിയിട്ടോ ഫാബി കളിച്ചതല്ല, ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതല്ല, പാട്ടിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അല്ലാണ്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് വേണ്ടതാനും, പാട്ടിലുള്ള ഇൻവോൾവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അടിപൊളി. താങ്ക് യു.